വെൽക്കം ടു മല്ലു ക്യൂളർ. അങ്ങനെ നമ്മൾ ജിറോണക്കെതിരെ 2-1 എന്നുള്ള ഒരു സ്കോറിന് ജയിച്ചു. ഒരു ഫ്ലിക്കിന്റെ ടീമിനല്ല ഞാനവിടെ കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൊണാൾഡോ കുമാൻ മാനേജർ ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ കണ്ട ഒരു കൈൻഡ് ഓഫ് ബാഴ്സനെയാണ് ഇന്നലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഭയങ്കര മെസ്സിയാണ്. ഇപ്പൊ നമ്മൾ 2-1 ജയിച്ചു, 3 പോയിന്റ് കിട്ടി, ദാറ്റ്സ് റിയലി ഗുഡ്. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. അത് അറ്റാക്കിലെ പ്രശ്നമാണെങ്കിലും ഡിഫൻസിലെ പ്രശ്നമാണെങ്കിലും എല്ലാതും ഇങ്ങനെ നിൽക്കുകയാണ്. ആർക്കും എക്സ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിൽ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അത് പേഴ്സണലി ഭയങ്കര ഒരു പേടി തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലാസിക്കോയിലേക്ക് പോകുന്ന സമയത്ത്, ചെൽസി മാച്ചിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഡിഫൻസിലെ പ്രശ്നങ്ങളൊക്കെ അവർ പുഷ്പം പോലെ മുതലെടുക്കും. ഇപ്പൊ നമ്മൾ ഈ ഒരു മാച്ച് സമനിലയിലായത്, ഈ മാച്ച് നമ്മൾ ജയിച്ചത്, അല്ലെങ്കിൽ നമ്മൾ സമനിലയിലേക്ക് ആവാതിരുന്നത്, അല്ലെങ്കിൽ തോക്കാതിരുന്നത് ജിറോണക്ക് ഉന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ അത്രയും ചാൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ അറിയാലോ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോളുകൾ നോക്കുകയാണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചാൻസുകൾ നോക്കുകയാണെങ്കിലും ത്രൂ ഔട്ട് ദി സീസൺ, ഈ 25-26 സീസൺ മൊത്തം നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരേ കൈൻഡ് ഓഫ് സാധനമാണ്, ഒരേ പാറ്റേൺ ആണ്. വിങ്ങിലേക്ക് ഒരു പാസ് കൊടുക്കുക, വൺ സൈഡ് ആളുണ്ടാവും, അടിക്കുക. ആ രീതിയിൽ നമ്മൾ ഒരുപാട് ചാൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അത് ഭയങ്കര കൺസേണിങ് ആണ്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സീസൺ ഒരു നല്ല രീതിയിൽ അവസാനിക്കും എന്നുള്ള ഒരു തോന്നലില്ല. അതിനിപ്പോൾ നമുക്ക് കീ പ്ലെയേഴ്സ് തിരിച്ചു വരിക തന്നെ വേണം. പിന്നെ ബാൾഡേന്റെ പെർഫോമൻസ് ആണെങ്കിലും കൂണ്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും കൺവിൻസിങ് ആവുന്നില്ല. എസ്പെഷ്യലി കൂണ്ടന്റെ പെർഫോമൻസ് എനിക്ക് ഒട്ടും കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. അത് എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല. പിന്നെ ഡിയോങ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, പെഡ്രി വലിയ കുഴപ്പമില്ല കളിക്കുന്നുണ്ട്. ഡിയോങ് വളരെ വളരെ നന്നായിട്ടാണ് കളിക്കുന്നത്. ഇപ്പം അത്യാവശ്യം മാച്ചസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പെഡ്രി ആണെങ്കിൽ ഗോള് നേടിയിട്ടുണ്ട്. പെഡ്രിയും വാസ് ഗുഡ്. പിന്നെ ഫെർമി കുറച്ച് അറ്റംപ്റ്റ് ഒക്കെ നടത്തി, പക്ഷെ ഫെർമി ഗോളൊക്കെ അടിക്കണം. ഫെർമിയൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ടൈമായി. ഐ മീൻ സ്കോർ ഷീറ്റിലേക്ക് എത്തേണ്ട ടൈമായി. ജസ്റ്റ് ഒരു മിഡ്ഫീൽഡർ ആയിട്ട് മാത്രമല്ല നമ്മൾ ഫെർമിനെ കാണുന്നത്, ഒരു ഗോൾ സ്കോറർ ആയിട്ടും കൂടാണ്. പിന്നെ റാഷ്ഫോർഡ് വർക്ക് ലോഡ് എടുക്കുന്നില്ല, അതൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഗുബാർസിന്റെ ഡിഫെൻസീവിലുള്ള പെർഫോമൻസ് അതും പലരും ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. പിന്നെ അറോഹോ വന്ന് നമ്മളെ രക്ഷിച്ചു. അപ്പം താങ്ക്സ് ടു അറോഹോ. ഒരുപാട് വിമർശനങ്ങൾ കേൾക്കാറുള്ള പ്ലെയറാണ്, പക്ഷെ ആള് വന്നു ഗോൾ അടിച്ചു, നമ്മളെ കെയ്ച്ചിലാക്കി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഫുൾ പ്രശ്നങ്ങളാണ് ടീമിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും പറയാനുള്ള ഒരു ഇല്ല, അതാണ് സംഭവം. അപ്പം എങ്ങനെയും ജയിച്ചു, 3 പോയിന്റ് കിട്ടി. ഇനി നോക്കാം ബിഗ് മാച്ച് വരുന്ന സമയത്ത്. ക്ലാസിക്കോ എന്നൊക്കെ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ടെസ്റ്റ് ആയിരിക്കും. സോ ലെറ്റ്സ് സീ.